റഫയിലെ ദാരുണമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആഗോള സമൂഹം ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴാണ് എക്സിൽ ഒരു ചിത്രം കാണാനായത്. റഫയിൽ പിഞ്ചു കുഞ്ഞുങ്ങളും നിരപരാധികളായ അനേകായിരം മനുഷ്യരും ഇസ്രായേൽ ഭീകരാക്രമണത്തിൽ നിഷ്ഠൂരമായി കൊല്ലപ്പെടുമ്പോൾ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്ര നികൃഷ്ടമായി ചിന്തിക്കാൻ കഴിയുന്നതെന്നാണ് ആലോചിക്കുന്നത്. മുൻ US പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിക്കി ഹേലിയാണ് ആ വനിത. മനുഷ്യത്വം മരിച്ച കെട്ടകാലത്ത് ഏറെ വേദനിപ്പിക്കുന്നതും രോഷമുണ്ടാക്കുന്നതുമാണ് ആ ചിത്രം. ലെബനനുമായുള്ള ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പര്യടനം നടത്തുകയായിരുന്നു നിക്കി ഹേലി. അവരെ അനുഗമിച്ച ഇസ്രായേൽ പാർലമെന്റ് അംഗവും ഐക്യരാഷ്ട്രസഭയിലെ മുൻ അംബാസഡറുമായ ഡാനി ഡാനോൻ എക്സിൽ പങ്കിട്ടതാണ് നിക്കി ഹേലിയുടെ ഈ ചിത്രം. പര്യടനത്തിനിടെ നിക്കി ഹേലി തൻ്റെ മുന്നിൽ കണ്ട ഇസ്രായേൽ ഷെല്ലിൽ ഒരു വാചകം കുറിച്ചു: ഫിനിഷ് ദം. ഇസ്രായേൽ ഷെല്ലിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പേന കൊണ്ട് എഴുതിയ ആ വാക്യം അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട വെറും വാക്യമല്ല. ഇസ്രായേൽ ഭീകരതയ്ക്കുള്ള നിക്കി ഹേലിയുടെ പൂർണ്ണ പിന്തുണയാണ് അവിടെ കണ്ടത്. ഇത് തൻ്റെ സുഹൃത്ത് നിക്കി ഹേലി എഴുതിയതാണെന്ന് ഡാനി ഡാനോൻ തൻ്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള UN അംബാസഡർ എന്ന നിലയിൽ തൻ്റെ മോശം നിലപാടുകൾക്ക് പേരുകേട്ട നിക്കി ഹേലി പ്രകോപനപരമായ സന്ദേശമാണ് പുറത്തുവിട്ടത്. അമേരിക്ക ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്നുകൂടി നിക്കി ഹേലി ഷെല്ലിൽ എഴുതിയ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിക്കി ഹേലിക്കെതിരെ വ്യാപക വിമർശനമുയരുന്നതിനനുസരിച്ച് ഗസയ്ക്ക് പിന്തുണയുമേറുന്നുണ്ട്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മറ്റു സാധാരണക്കാരുടെയും ദുരവസ്ഥ കണ്ട് മനുഷ്യനാണെങ്കിൽ ഒരിറ്റ് കണ്ണുനീർ വീഴാതിരിക്കില്ല. അപ്പോഴാണ് നിർവികാരത്തോടെയുള്ള നിക്കി ഹേലിയുടെ അങ്ങേയറ്റം അപകടകരമായ സന്ദേശം. തെക്കൻ ഗസ നഗരമായ റഫയിൽ ഇസ്രായേൽ ആക്രമണത്തെ നിരുത്സാഹപ്പെടുത്താൻ ആയുധങ്ങൾ താൽക്കാലികമായി തടഞ്ഞുവെച്ചതിന് US പ്രസിഡന്റ് ജോ ബൈഡനെ നിക്കി ഹേലി ഹീനമായി വിമർശിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനും ഇസ്രായേലിനെതിരായ വംശഹത്യാ കുറ്റങ്ങൾ പരിഗണിക്കാനും യഥാക്രമം ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നിവയെയും നിക്കി ഹേലി നിശിതമായി വിമർശിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാനുള്ള ഉറപ്പായ മാർഗം ആയുധങ്ങൾ തടയുക എന്നതാണ്. ഇസ്രായേലിന് ആവശ്യമുള്ളതെല്ലാം അമേരിക്ക ചെയ്യണമെന്നും നിക്കി ഹേലി പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ഹമാസിനെതിരായ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് തുടരണമെന്ന് ഹേലി അടുത്തിടെ US ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ കൂടി ശത്രുക്കളായവരോട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ സഹായിക്കാൻ US-ന് ബാധ്യതയുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം ഗസയിലെ യുദ്ധം ഈ വർഷാവസാനം വരെ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബിയാണ് ഇക്കാര്യം പറഞ്ഞത്. വർഷാവസാനം വരെ ഗസയിലെ യുദ്ധം തുടരുമെന്നാണ് സാച്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ ഇല്ലാതാക്കണമെങ്കിൽ 7 മാസം കൂടി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നതെന്ന് ഹനഗ്ബി പറഞ്ഞു. ഗസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുന്നതിനിടെയാണ് ഹനഗ്ബിയുടെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ്. US-ഉം ഇസ്രായേലിന്റെ മറ്റ് അടുത്ത സഖ്യരാജ്യങ്ങളും യുദ്ധത്തിൽ വലിയ രീതിയിൽ സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടമാകുന്നതിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. റഫയിലെ ഇസ്രായേൽ ആക്രമണത്തെയും വക്താവ് ന്യായീകരിച്ചു. ഹമാസ് ഭരണമേറ്റെടുത്തത് മുതൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗസയിലെ ഭാഗങ്ങൾ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറി. തങ്ങളുടെ അതിർത്തികൾ ലംഘിക്കപ്പെട്ടതിനാലാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്നും ഹനഗ്ബി കൂട്ടിച്ചേർത്തു. റഫയിൽ സുരക്ഷിതമെന്ന് നിശ്ചയിച്ച കേന്ദ്രങ്ങളിലെ തമ്പുകളിൽ ബോംബ് വർഷം ഇസ്രായേൽ സേന തുടരുകയാണ്. ഏറ്റവും ഒടുവിലെ ആക്രമണത്തിൽ 13 സ്ത്രീകളും പെൺകുട്ടികളുമടക്കം 21 പേർ കൊല്ലപ്പെട്ടു. മറ്റൊരു ആക്രമണത്തിൽ റഫയിലെ താമസ കെട്ടിടം തകർത്തു. ഇവിടെയടക്കം 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റഫയിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനയായി കൂടുതൽ ടാങ്കുകൾ എത്തിയതിനിടെയാണ് നിർത്താതെ കൂട്ടക്കൊല. Waytonikah.com, the exclusive Muslim matrimonial site.